ആൽമരം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വൃക്ഷമാണല്ലേ. അതുപോലെ തന്നെ ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കാനും എല്ലാവർക്കും വലിയ താല്പര്യമാണ്. കാരണം നല്ല തണലാണ് ആൽമരത്തിൻ്റെ ചോട്ടിയിരിക്കുമ്പോൾ. എന്തോ ഒരു പ്രത്യേക ആശ്വാസമാണ് കുറച്ചു നേരം ആൽമരത്തിൻ്റെ ചോട്ടിയിരിക്കുമ്പോൾ അല്ലേ. കൂട്ടുകാരുമൊക്കെ ഒത്ത് ആൽമരത്തിൻ്റെ ചോട്ടി കുറച്ചു നേരം ഇരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഉന്മേഷം വരുന്നത് പോലെ തോന്നും. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ആൽമരം കാണാൻ പറ്റും. അമ്പലങ്ങളുടെ മുന്നിലും അങ്ങനെ പലയിടങ്ങളിലായി ആൽമരം കാണാൻ പറ്റും. ബനിയൻ ട്രീ എന്നാണ് ആൽമരത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ദി ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ആൽമരം. ഇന്ത്യയിൽ കൊൽക്കട്ടയിലെ ഹൗറക്കിന് സമീപം ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. ഫൈക്കസ് ബംഗാലൻസിസ് എന്നാണ് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമം. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള എക്സോട്ടിക് ശേഖരത്തേക്കാൾ ഈ വലിയ ആൽമരം ആൾക്കാരെ സ്വാധീനിക്കുന്നു. ഇടയ്ക്കുണ്ടായ 2 ചുഴലിക്കാറ്റ് കാരണം ഈ വൃക്ഷത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നശിക്കാനിടയായി. 1925-ൽ ഈ വൃക്ഷത്തിൻ്റെ ബാക്കിയുള്ളവയെ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ ശ്രമിച്ചു. ഈ ആൽമരം ഒരൊറ്റ വൃക്ഷത്തേക്കാൾ ഒരു ക്ലോണൽ കോളനിയായി നിലനിൽക്കുന്നു. 1080 അടി ഉയരത്തിൽ റോഡിൻ്റെ ചുറ്റളവിൽ ഈ മരം വളരുന്നു. എന്നാൽ ഈ മരം ഇന്നും അതിനപ്പുറമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശൈത്യവും അത്യുഷ്ണവുമല്ലാത്ത പ്രദേശങ്ങളിലാണ് സാധാരണയായി ആൽമരങ്ങൾ വളരാറുള്ളത്. മൊറാസെ സസ്യകുടുംബത്തിലെ പലതരം ചെടികളാണ് ആൽമരങ്ങൾ. വള്ളികളായും വൻമരങ്ങളായും ഒക്കെ ആൽമരങ്ങൾ തഴച്ചു വളരുന്നു. ഫൈക്കസ്, ഫിഗ് എന്നെല്ലാം മരങ്ങളെ അറിയപ്പെടുന്നു. പന മുതലായ മരങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ പലതരം കെട്ടിടങ്ങളുടെ മുകളിലും ആൽമരത്തിൻ്റെ തൈകൾ വളരുന്നത് അത്ഭുതമല്ല. കാലക്രമേണയായിട്ട് ആൽമരത്തിൻ്റെ വേരുകൾ മണ്ണിലെത്തുകയും സാധാരണ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. കറയുള്ള വിഭാഗം മരമാണ് ആൽമരം. സാധാരണ 3 തരം പൂക്കളാണ് ആൽമരത്തിൽ ഉണ്ടാകുന്നത്. അതിൽ ആൺപൂക്കൾ, പെൺപൂക്കൾ, അതുകൂടാതെ മറ്റൊരു വിഭാഗം പൂക്കളും കൂടി ഉണ്ടാകുന്നു. ലോകത്ത് മൊത്തമായി 600ഓളം ആൽമരങ്ങളാണുള്ളത്. അതിൽ കേരളത്തിൽ 45 ആൽമരങ്ങളാണ് കാണപ്പെടുന്നത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് അരയാൽ, പേരാൽ, കല്ലാൽ, ആരാൽ, ഇത്തിയാൽ, ചിറ്റാൽ, കൃഷ്ണനാൽ തുടങ്ങിയവ. ആദ്യകാല ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ വടക്കൻ ഇന്ത്യയിലെ ആൽമര ചുവടുകളിലാണ് കച്ചവടത്തിനായി ഇരിക്കാറുണ്ടായിരുന്നത്. ബനിയകൾ എന്ന കൂട്ടരുടെ പേരിനോട് ചേർത്താണ് ആൽമരങ്ങൾക്ക് ബനിയൻ എന്ന പേരുണ്ടായത്. ധാരാളമായി തണൽ നൽകുന്നതുകൊണ്ടും ദീർഘായുസ്സുള്ളതുകൊണ്ടും പുരാതന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സാധാരണയായി ആൽമരങ്ങൾ തണൽ നൽകുന്ന മരങ്ങളായി ഉപയോഗിച്ചു പോരുന്നു. ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്ഗയയിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുമ്പോഴായിരുന്നു. എന്തായാലും ആൽമരങ്ങൾ എല്ലാവർക്കും വളരെയേറെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.